ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ പ്രതാപൻ. ഇന്നലെ പത്രത്തിലൊരു വാർത്ത കണ്ടു. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് അംഗൻവാടി ഹെൽപ്പേഴ്സ് ക്ഷേമനിധിക്ക് വേണ്ടി 20 കോടി രൂപ ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ അനുവദിച്ചു എന്നാണ് വാർത്ത. അംഗൻവാടി വർക്കേഴ്സിൻ്റെ പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തുകയാണിത്. 2016 വരെ ഞാൻ അംഗൻവാടി ക്ഷേമനിധി ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട്. 2016 അംഗൻവാടി ക്ഷേമനിധി ബോർഡിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപങ്ങളായി 34 കോടി രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറിയുന്നത് ക്ഷേമനിധിയിൽ പണമില്ല. ഈ 34 കോടി രൂപ ചിലവായിപ്പോയി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്ത ഒരവസ്ഥ. അന്ന് അംഗൻവാടി വർക്കർമാരിൽ നിന്ന് 100 രൂപയും ഹെൽപ്പർമാരിൽ നിന്ന് 50 രൂപയും അതിന് തുല്യമായ തുക പ്രതിമാസം ക്ഷേമനിധി ബോർഡിന് കിട്ടുമായിരുന്നു. ഈ 34 കോടി രൂപ ബാങ്കിലെ പലിശയും പുതുതായി കിട്ടുന്ന ഈ മാസ കോൺട്രിബ്യൂഷനും കൊണ്ട് പെൻഷൻ കൊടുക്കാൻ തികയുമായിരുന്നു. ഇപ്പോൾ പെൻഷൻകാർ ഏതാണ്ട് 10,000-ലധികം ആയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഫണ്ട് ചിലവാകാനുള്ള ഒരു കാരണം എന്നാണ്. ഇപ്പോൾ 2009 ഈ അംഗൻവാടി വർക്കേഴ്സിന് 500 രൂപയും ഹെൽപ്പേഴ്സിന് 300 രൂപയും ആയ പെൻഷൻ അനുവദിച്ചത്. അതുവരെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അംഗൻവാടി വർക്കേഴ്സിന് പെൻഷനില്ല. ഇപ്പോഴും അത് ഉണ്ടോയെന്ന് സംശയമാണ്. 2009 കേരളത്തിൽ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ്. അന്ന് മന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചർ ആയിരുന്നു. അന്നത്തെ ക്ഷേമനിധി ബോർഡിൽ ഈ അംഗൻവാടി കുട്ടികൾ വർക്കേഴ്സിൻ്റെയും ഹെൽപ്പേഴ്സിൻ്റെയും കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അവരുടെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം, അംഗൻവാടി വർക്കേഴ്സിന് വിവാഹ ധനസഹായം, ചികിത്സാ ആനുകൂല്യം, ഭവനാനുകൂല്യം, അംഗൻവാടി വർക്കേഴ്സോ ഹെൽപ്പേഴ്സോ മരണപ്പെട്ടാൽ ഒരു മരണാനന്തര ആനുകൂല്യം തുടങ്ങിയവ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേമനിധി കോൺട്രിബ്യൂഷൻ 500 രൂപയും ഹെൽപ്പേഴ്സിൻ്റേത് 300 രൂപയുമായി വർദ്ധിപ്പിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻ സർക്കാരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ക്ഷേമനിധിക്കൊരു നല്ല വരുമാനമാകും. ഈ പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാനുള്ള പണം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഉയർത്തിയ പെൻഷനും അത് ക്ഷേമനിധി പെൻഷൻ ആണ്, സർക്കാരിൻ്റെ പെൻഷനല്ല. യഥാർത്ഥത്തിൽ അംഗൻവാടി വർക്കേഴ്സ് സ്കൂൾ ടീച്ചർമാരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നവരാണ്. അവർ കുട്ടികളുടെ ICDS പാക്കേജ് 5 നടപ്പാക്കുന്നുണ്ട്. അത് കൂടാതെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഹൗസ് വിസിറ്റ് നടത്തുന്നു, മദേഴ്സ് മീറ്റിംഗ് നടത്തുന്നു. അപ്പോൾ കഠിനമായ ജോലി ചെയ്യുന്നവരാണ്, സേവനം ചെയ്യുന്നവരാണ് അംഗൻവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും. അതനുസരിച്ചുള്ള പെൻഷൻ സർക്കാർ അനുവദിച്ച് കൊടുക്കേണ്ടതാണ്. ഒരു മിനിമം പെൻഷൻ 10,000 രൂപയെങ്കിലും ആയി ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതവരുടെ സേവനത്തെ മുൻനിർത്തിയാണ് കൊടുക്കുന്നത്. ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഒരു ഗ്രാറ്റുവിറ്റി തുകയും അവർക്ക് കൊടുത്തിരുന്നു. പെൻഷനാകുമ്പോൾ അവർക്ക് അടച്ച തുക, സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ, പലിശ, ഗ്രാറ്റുവിറ്റി തുക, അങ്ങനെയൊരു തുക അവർക്ക് കിട്ടും. പക്ഷെ അത് ചെറിയ തുകയാണ്. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വലിയ ഒരു ഗ്രാറ്റുവിറ്റി തുക അംഗൻവാടി വർക്കർമാർക്ക് കൊടുക്കേണ്ടതും ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അംഗൻവാടിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ മറ്റ് നഴ്സറി സ്കൂളുകളിൽ പഠിച്ച കുട്ടികളെക്കാൾ കുറച്ചുകൂടെ സാമൂഹ്യ ബോധമുള്ളവരാണെന്നും പല പ്രൈമറി സ്കൂൾ അധ്യാപകരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. അംഗൻവാടി വർക്ക് പഠിപ്പിക്കുന്നത് കുട്ടികളുടെ ഈ സർവ്വതോമുഖമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷനാണ്.
മറ്റ് പ്രീ പ്രൈമറി സ്കൂളുകളിൽ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സിലബസും ഇല്ല. അംഗൻവാടിയിൽ ഒരു പ്രത്യേക സിലബസുണ്ട്, തീം അനുസരിച്ചുള്ള പഠനമാണ് നടത്തുന്നത്. അപ്പോൾ അംഗൻവാടി കുട്ടികൾ സ്കൂളുകളിലെത്തുമ്പോഴും മറ്റ് പ്രീ സ്കൂളിൽ നഴ്സറികളിൽ പഠിച്ച കുട്ടികൾ സ്കൂളിലെത്തുമ്പോഴും ഇവർക്കുണ്ടാകുന്ന ആ വ്യത്യാസം ഒരു പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണെന്നും കൂടെ എനിക്ക് തോന്നുന്നു.